കളങ്കാവൽ മൂവിയുടെ വിശേഷമാണ് ഇന്നേക്ക് 5-ാം തീയതി ആണ് കളങ്കാവൽ റിലീസാകുന്നത്. നമ്മുടെ മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനായകനാണോ നായകൻ എന്നുള്ളതൊക്കെയാണ് ചർച്ചകൾ നടക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മുടെ വിനായകനെ കഥാപാത്രത്തെ ഇതിനകത്ത് മോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് കഥാപാത്രമെന്ന് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെയാണ് ഇവരെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നതെന്നും മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കൂടുതലും ഈ സിനിമയിൽ ഉണ്ടാവുക എന്നും, അത് മാത്രമല്ല നമ്മൾ ട്രെയിലർ കണ്ടുപോലെ തന്നെ അവസാനം മമ്മൂട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആരോടാണ്, എന്തിനാണ്, എങ്ങനെയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കുന്നതിന് മുമ്പേ, വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പേ ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾക്ക് മറിച്ചായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് വിനായകന്റെ കഥാപാത്രത്തെ മോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, സാധാരണ ഒരു പോലീസ് കഥാപാത്രത്തെ പോലെയല്ല. സാധാരണ ഒരു പോലീസ് കഥാപാത്രം യൂണിഫോം ഇട്ടതിന് ശേഷം ചിലരും അങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവരങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം സിവിൽ ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോലീസിൻ്റെതായ യാതൊരു ഒന്നും നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഉണ്ടാവില്ല. പക്ഷെ ഈ സിനിമയിൽ വിനായകന്റെ കഥാപാത്രത്തെ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത് യൂണിഫോം ഇല്ലാത്ത സമയം. കാരണം വെച്ചാൽ കൂടുതലും വിനായകന്റെ കഥാപാത്രത്തിന് ഇതിനകത്ത് യൂണിഫോം അല്ല, സിവിൽ ഡ്രസ്സിലാണ് ഉണ്ടാവുക. ആ സമയത്തും ആ കഥാപാത്രത്തെ നല്ല പക്കയ സ്റ്റഡി ആയിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണ്. കാരണം ഒരു അഴിച്ചു വിട്ടേക്കുന്ന ഒരു രീതിയാണ് വിനായകന്റെ സാധാരണ സിനിമയിലുള്ള പെർഫോമൻസും അല്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഒരു പിടിച്ചു നിർത്തി ഒരു പരിധിക്ക് അപ്പുറം കടക്കാതെ പിടിച്ചു നിർത്തി മോൾഡ് ചെയ്ത ഒരു കഥാപാത്രത്തെയാണ് വിനായകൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അത് വിനായകൻ പറയുന്നുണ്ട്. കാരണം വിനായകൻ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന്റെ പുള്ളിനെ അങ്ങനെ പിടിച്ചു നിർത്തി അഭിനയിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് വിനായകൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് മമ്മൂട്ടിയുടെ പ്രത്യേകത, മമ്മൂട്ടി കൂടുതലും ഫ്ലാഷ് ബാക്കിലായി. ഇതിനകത്ത് നായകനാണോ വില്ലനാണോ എന്നുള്ള ചർച്ചയല്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം തന്നെയായിരിക്കും സിനിമയിൽ ഉണ്ടാവുക. വിനായകന്റെ കഥാപാത്രത്തിന് കൂടുതൽ സീനുകൾ ഉണ്ടാവുന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടാവുക വിനായകന്റെ പോലീസ് കഥാപാത്രത്തിനായിരിക്കും. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അത്ര സീനുകൾ കുറവായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട സീനും ഒരു നായകൻ കൊണ്ടുപോകേണ്ട രീതിയിലുള്ള തന്നെയായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം. ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കൂടുതലും മമ്മൂട്ടിയുടെ കഥാപാത്രം ഉണ്ടാവുക. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ചുണ്ടില് കത്തിച്ചു വെച്ച സിഗരറ്റും കത്തിച്ചു വെക്കാതെയുള്ള സിഗരറ്റും. കാരണം നമ്മൾ ആകെ രണ്ട് സീനിലെ മമ്മൂട്ടിനെ കാണിച്ചുള്ളൂ. ടീസറിലും ട്രെയിലറിലും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് രണ്ടിലും തന്നെ സിഗരറ്റ് മസ്റ്റാണ്, കത്തിച്ചു വെച്ചതും കത്തിക്കാതെ വെച്ചതുമായ. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും കൂടുതൽ പ്രത്യേകത അത് തന്നെയായിരിക്കാം, സിഗരറ്റ്. ചിലപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം, അത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ചുമതല വഹിച്ചിരിക്കുന്ന വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരിക്കാം. ഒന്നെങ്കിൽ സസ്പെൻഷനിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് റിട്ടയർമെന്റിൽ ആയിരിക്കാം ഇപ്പം ഉണ്ടാവുക. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, കാരണം വെച്ചാൽ ഇപ്പം എന്താ പറയാ, ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർ പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കാം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. അപ്പം എന്ത് കൊല ചെയ്ത് കഴിഞ്ഞാലും ചെയ്തു കഴിഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് തോന്നും, പക്ഷെ അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അവനെയൊക്കെ കൊന്നുകളെന്ന് തോന്നും. പക്ഷെ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ രീതി അതാണ്. അവരുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ അവർ കഴിയണം. അവർക്ക് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നതെന്ന്. അത് അദ്ദേഹം ചിലപ്പം എന്തിനെ കൊല്ലും, മനുഷ്യനെ കൊല്ലല്ല, ആണിനെ കൊല്ലുന്നോ പെണ്ണിനെ കൊല്ലുന്നോ, ചിലപ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നതോ, പല പല കാര്യങ്ങളായിരിക്കാം. ഒന്നെങ്കിൽ അദ്ദേഹം എന്തിനേലും കൊല്ലുന്നത് എന്തെങ്കിലും പ്രത്യേക സുഖം കാണാം, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോട് ചോദിക്കുന്നതാവാം എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നതെന്ന്. കാരണം വേറെ ഒരാളാവാം ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്, അങ്ങനെയും ചിന്തിക്കാം. അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെ ആയിരിക്കാം കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാവാം. പിന്നെ ഈ സിനിമയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ, മമ്മൂട്ടി ടീസറിൽ ഒരു സീൻ കാണിച്ചായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സിഗരറ്റ് വായിലോട്ട് വെച്ച്, കത്തിക്കുന്നില്ല കേട്ടോ, സിഗരറ്റ് വായിൽ വെച്ച് ഇങ്ങനെ ഒരു സൈഡിലൂടെ പോയി അടുത്ത ഇപ്പുറത്തെ സൈഡിലൂടെ ആ സിഗരറ്റ് കൊണ്ടുപോകും. ഇടയ്ക്ക് ആ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മെല്ലെ പൊക്കി ഇങ്ങനെ നോക്കുന്നതുമായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്.
ആ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങേരുടെ ഇതാണ് എനിക്ക് എൻ്റെ മൂഡ് പോകും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ഒരു ക്ലിയർ ആയിട്ട് എന്താണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ആ ഒരു സീനിലുണ്ട്. ചിലപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം തേടി നടന്ന ഒരാൾ അതിലെ പാസ് ചെയ്യുന്നതായിരിക്കും. പാസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഉണ്ട് മോനെ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, ഇത് നീ തന്നെയല്ലേ, ഞാൻ തന്നെയാണ് കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന രീതിയാവാം. അല്ലെങ്കിൽ ആ പോയ ആൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവില്ല, അതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ മമ്മൂക്കയുടെ കഥാപാത്രം അയാൾ ഇങ്ങനെ നോക്കി ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അതാവാം. ഈ രണ്ടും ആവാം. ഒന്നുകിൽ അവർ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. കൂടുതൽ നിഗൂഢത നിറഞ്ഞ ഒരു കഥ, മമ്മൂട്ടിയുടെ ലുക്കെല്ലാം കണ്ടിട്ട് ഒരു പോലീസ് കഥാപാത്രമാണുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്, ഇതെന്താന്ന് നമുക്ക് നോക്കാം, സിനിമ വരെ നോക്കാം. ഇത് മമ്മൂട്ടിയുടെ കഥാപാത്രം വില്ലനോ അല്ലെ വിനായകന്റെ കഥാപാത്രം നായകനോ അങ്ങനെയൊന്നും അല്ല. ഇത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള റോളാണ്. വിനായകന്റെ കഥാപാത്രത്തിന് കുറച്ച് കൂടുതൽ സീനുകൾ ഉണ്ടാവും എന്നേ ഉണ്ടാവുള്ളൂ. മമ്മൂട്ടിയുടെ കഥാപാത്രം പക്കാ വില്ലൻ കഥാപാത്രമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇതാണ് അദ്ദേഹം ചെയ്യണം, സർവീസിലിരിക്കുമ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ചെയ്യണമെന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു ചട്ടക്കൂടിനുള്ളിലാണ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല. നിയമത്തിൽ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ ഒരു നിയമം കയ്യിലെടുക്കാനുള്ള അർഹത ഇല്ല. കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുള്ളിൽ എന്ത് ക്രൂരകൃത്യം ചെയ്യുന്നവനെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ചുമതല വഹിക്കുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ആ ഇതിൽ നിന്നെല്ലാം മാറി ജോലിയെല്ലാം രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയിട്ടോ സസ്പെൻഷനിലൊക്കെ ആയതിനു ശേഷം ഇനി ജോലിയിലോട്ട് തിരിച്ച് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആവാം ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവന്മാരെ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന് അദ്ദേഹം ഇതിനിറങ്ങി പുറപ്പെടുന്നതായിരിക്കാം. എന്നിട്ട് ഓരോരുത്തരെ കൊല്ലുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കേസ് കെട്ടുകളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ കഥാപാത്രത്തിൻ്റെ. അപ്പം ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പേ ഉള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. നമുക്കൊരു ചർച്ച നോക്കാം. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.